പ്രിയ സുഹൃത്തെ, തൊമ്മിച്ചൻ്റെ പക്കൽ 10 കോടിയും ജോസിച്ചൻ്റെ പക്കൽ 100 കോടിയുണ്ട്. ഇവരുടെ കേസിൽ ആരാണ് കൂടുതൽ സമ്പന്നൻ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉത്തരം പറയാൻ സാധ്യതയുള്ളത് 100 കോടിയുള്ള ജോസിച്ചനാണ് എന്നാണ്. എന്നാൽ ഈ ഒരു കേസിൽ ഞാൻ പറയുന്നു, ജോസിച്ചനേക്കാൾ കൂടുതൽ സമ്പന്നൻ വെറും 10 കോടിയുള്ള തൊമ്മിച്ചനാണ്. അത് എങ്ങനെയെന്നല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നേ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതുവരെയുള്ള നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ ഒരു വീഡിയോ കഴിയുന്നതോടെ ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം ഉപകാരപ്രദമാണെങ്കിൽ തങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ചൻ ടിപ്സ് പവർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രംസൺ ഡയസ്. തൊമ്മിച്ചൻ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ആരാണ് കൂടുതൽ സമ്പന്നൻ എന്ന് അളക്കുന്നതിനുള്ള ഒരു പുതിയൊരു മാനദണ്ഡമാണ് ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പം നമുക്ക് സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും കഥാപാത്രങ്ങളായിട്ട് എടുക്കുന്ന ജോസിച്ചനെയും തൊമ്മിച്ചനെയും തന്നെ നമുക്കിവിടെ എടുക്കാം. ഇവിടെ ജോസിച്ചൻ്റെ പേര് ഞാൻ എഴുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ തൊമ്മിച്ചൻ്റെ പേരും ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരുടെയും പക്കൽ ഇപ്പോൾ 2 ടാങ്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോസിച്ചിൻ്റെ പക്കൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടാങ്കാണ്. ഇതിൽ ഏകദേശം 1,00,000 ലിറ്റർ വെള്ളം കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേസമയം ഇവിടെ തൊമ്മിച്ചൻ്റെ പക്കലുള്ള ടാങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയൊരു ടാങ്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ജോസിച്ചനെ സംബന്ധിച്ച് ഇവിടെ 1,00,000 ലിറ്റർ വെള്ളം ഇതിൽ ഉൾക്കൊള്ളാം. തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ്റെ ഈ ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളമാണ് ഈ ഒരു ടാങ്കിൽ കൊള്ളാൻ കപ്പാസിറ്റി ഉള്ളത്. ഇവിടെ 2 ടാങ്കിൽ നിന്നും പുറത്തേക്ക് വെള്ളം എടുക്കുന്നതിന് വേണ്ടി ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെയും ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോസിച്ചനെ സംബന്ധിച്ച് ഈ ടാങ്കിൽ നിന്ന് ഒരു മണിക്കൂറിൽ ഏകദേശം 10,000 ലിറ്റർ വെള്ളം പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ഇവിടെ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഈ പൈപ്പിലൂടെ തൊമ്മിച്ചനെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജോസിച്ചനെ സംബന്ധിച്ച് ജോസിച്ചിൻ്റെ പക്കൽ 1,00,000 ലിറ്റർ വെള്ളമുണ്ട്. പക്ഷേ ഈ 1,00,000 നമ്മൾ 10,000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസിച്ചനെ സംബന്ധിച്ച് ഈ 1,00,000 ലിറ്റർ വെള്ളം 10 മണിക്കൂർ ഉപയോഗിക്കാനാണ് സാധിക്കുന്നത്. അതേസമയം തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ്റെ പക്കൽ 10,000 ലിറ്റർ വെള്ളമാണ് മാത്രമാണുള്ളത്. ഇതിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇത് 100 മണിക്കൂർ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തൊമ്മിച്ചനേക്കാൾ 10 മടങ്ങ് വെള്ളം ജോസിച്ചൻ്റെ പക്കലുണ്ടെങ്കിലും ജോസിച്ചന് വെറും 10 മണിക്കൂറത്തേക്കുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അതേസമയം ഇവിടെ ആകെ 10,000 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ പോലും തൊമ്മിച്ചനെ സംബന്ധിച്ച് അത് 100 മണിക്കൂർ ഉപയോഗിക്കാനുള്ള വെള്ളം തൊമ്മിച്ചൻ്റെ പക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ വെള്ളം കൊണ്ട് കൂടുതൽ സമയം ഉപകാരപ്രദമായിട്ട് ഇരിക്കുന്നത് ആർക്കാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്ന ഒരു കാര്യം തൊമ്മിച്ചനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സമ്പത്തിൻ്റെ കാര്യം വന്ന സമയത്ത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ജോസിച്ചൻ്റെ പക്കൽ 100 കോടി സമ്പാദ്യം ഉണ്ട് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതേസമയം ഇപ്പോൾ തൊമ്മിച്ചൻ്റെ പക്കൽ 10 കോടി സമ്പാദ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജോസിച്ചനാണ് കൂടുതൽ സമ്പന്നനെന്ന് നമുക്ക് തീർത്തും പറയാം. പക്ഷേ ഇവിടെ ഞാൻ ആകെ ഒരൊറ്റ കാര്യം മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇവരുടെ കയ്യിലുള്ള സമ്പാദ്യത്തിൻ്റെ കണക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അടുത്തതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഇവർക്ക് ഒരു വർഷം എത്ര ചെലവ് വരുന്നുണ്ട് അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ജോസിച്ചനെ സംബന്ധിച്ച് ഒരു വർഷം ഇപ്പോൾ ഒരു 10 കോടി രൂപ ചെലവുണ്ടെങ്കിൽ ജോസിച്ചനെ സംബന്ധിച്ച് ജോസിച്ചൻ്റെ കയ്യിലുള്ള ഈ 100 കോടി തീരാൻ വേണ്ടി വെറും 10 വർഷം മതി. അതേസമയം ഇപ്പോൾ തൊമ്മിച്ചൻ്റെ കയ്യിൽ 10 കോടി സമ്പാദ്യമേ ഉള്ളൂ.
എന്നാൽ തൊമ്മിച്ചൻ്റെ ഒരു വർഷത്തെ ചെലവ് 25 ലക്ഷം രൂപയാണെങ്കിൽ 25 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പോൾ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഈ ഒരു സമ്പാദ്യം കൊണ്ട് 40 വർഷം വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അതായത് ആരാണ് കൂടുതൽ സമ്പന്നൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തിൻ്റെ വലിപ്പമല്ല, അതിനേക്കാൾ ഉപരി ഇപ്പം നിലവിലുള്ള സമ്പാദ്യം വെച്ച് എത്ര നാൾ എനിക്ക് ജീവിക്കാൻ പറ്റും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അംബാനിയുടെ പക്കൽ ഇപ്പോൾ ഒരു 100 കോടി രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 100 കോടി രൂപ വെച്ച് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു മാസം പോലും ഈ 100 കോടി വെച്ച് അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കില്ല. അതേസമയം ഇപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തിയുടെ പക്കൽ 2-3 കോടി രൂപയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ്, അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 60 വയസ്സിൽ റിട്ടയർമെൻ്റ് ആകുന്നു, ഇദ്ദേഹം ഒരു 90 വയസ്സ് വരെ ജീവിക്കണമെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അതേ രീതിയിൽ ഭംഗിയായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരാണ് കൂടുതൽ സമ്പന്നൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തിൻ്റെ വലിപ്പമല്ല, എന്നാൽ ഈ പണം ഉപയോഗിച്ചിട്ട് എനിക്ക് എത്ര നാൾ എനിക്ക് ജീവിക്കാൻ പറ്റും, അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആരാണ് കൂടുതൽ സമ്പന്നൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ഒരു സമ്പാദ്യം എങ്ങനെ നേടണം എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.